ഹലോ, നമുക്കിന്നൊരു ബീഫ് കറി വെച്ചാലോ? കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ ബീഫ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് തന്നെ കയറി വെക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിൻ്റെ പണികളൊക്കെ ചെയ്ത് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ചോറും ഞാൻ ഡോക്ടർ പറഞ്ഞതിന് മാത്രം കുറച്ച് പച്ചക്കറികളും കൂടെ എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും റെഡിയാക്കി മാറ്റി വെച്ചു. പിന്നെ ഉള്ളി വഴറ്റിയിട്ട് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും. ഈ മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ ഇടുന്നത് എനിക്കെല്ലാം കൈക്കണക്കാണെന്ന് പറഞ്ഞൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഇടാണ്. അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഉള്ളി ഒന്ന് വഴറ്റി ആ ഒരു നിറമാകുമ്പോഴത്തേനും അങ്ങ് മാറ്റും. ഉള്ളി നന്നായിട്ട് വഴറ്റി മസാലയെല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിപ്പിച്ചിട്ടൊക്കെ മാറ്റുള്ളൂ. എന്നിട്ട് ബീഫ് ആദ്യം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ വേവായപ്പോഴത്തേനും അത് തുറന്നിട്ട് ആ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ആ കുക്കറിലേക്കിടും, ആ ബീഫിലേക്കിടും. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് ഒരു വിസിലും കൂടെ കേൾപ്പിക്കും. അപ്പോഴത്തേനും അത് നല്ല ബീഫ് നന്നായിട്ട് വെന്ത് പാവത്തിന് അതിൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ സൂപ്പറായിട്ടിരിക്കും. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ ബീഫിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ കിട്ടാറില്ല. പക്ഷേ എന്നാലും നല്ല ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ